ആ ചിന്നു അവള് മുകളിലുണ്ട് കേട്ടാ. ഓക്കെ ആൻറ്റി. ആ കഴിച്ചോടാ. ഞാനും കഴിച്ചു. ഇപ്പം തന്നെ ഞാൻ അമ്മേനത് വിളിക്കുന്നത്. ഞാനാണെങ്കിൽ ചിന്നുവിൻ്റെ വീട്ടിലാണ്. പിന്നെ ആ നോക്കട്ടെ. എടി നമുക്ക് നാളെ അമ്പലത്തിൽ പോയാലോ? ഏയ് കാണാനൊന്നും പറ്റില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു കണക്കിനാ വിളിക്കണത്. എടി നീ ഞാൻ കട്ടാക്കിയ. പറയണ വല്ല നീ കേക്കണ്ട? അമ്പലത്തിൽ പോവാന്നല്ല പറഞ്ഞേ, ഞാൻ കേട്ടു. നിനക്ക് ഇവിടെ വന്ന ഫുൾ ടൈം ഫോൺ വിളിയാ. മതി കുറിഞ്ഞത്, ഞാൻ ഇവിടെ പോസ്റ്റാ. വല്ലപ്പോഴും കിട്ടുന്ന ടൈമാ. അവനെ ദേഷ്യം വന്ന് അവനെ വിളിക്കൂല. വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട, അവനോട് പോവാൻ പറ. ഓ നിനക്കങ്ങനെ പറയാം. ഇതാണ് ശരിക്കും കലിപ്പന്റെ കാന്താരി. നിനക്കേ അസൂയ. അയ്യേ എന്തിനാ അസൂയ? അല്ല നീ നോക്കുന്നൊരു 90 കിഡ് ചേട്ടനല്ലേ, അതിന്റെ അസൂയ. പൊടി, അതിന് അസൂയല്ല, അഹങ്കാരം. ഉഫ് നിന്റെ മുടിഞ്ഞ പ്രേമം. അഭിചേട്ടനൊന്നും അറിയില്ലല്ലോ. ആളാണെങ്കിലോ ഇപ്പൊ യൂറോപ്പിലും. പാവം ചിന്നു. അല്ല മോളെ, നീ എന്ത് കണ്ടിട്ടാണ് ആളെ കാത്തിരിക്കണത്? അറ്റ്ലീസ്റ്റ് ആളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്പോൺസ്. ഇതൊന്നുമില്ലാതെ ചുമ്മാ. ആര് പറഞ്ഞു റെസ്പോൺസ് ഇല്ലാന്ന്? അതൊക്കെ ഉണ്ട്. എങ്ങനെ? അത് ഇതാണോ നീ പറഞ്ഞ പോസിറ്റീവ് റെസ്പോൺസ്? ഇതിനെന്താ കുഴപ്പം? ഞാൻ വിചാരിച്ചു. എന്നാ അത് മാത്രല്ല, പിന്നെ വേറെ സംഭവം കൂടി ഉണ്ടായി. എന്ത് സംഭവം? അത് പിന്നെ ഞാൻ ചാരു ചേച്ചിനെ കാണാൻ അഭിചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോ അന്ന് അവിടെ വെച്ച് ഇതിലൊക്കെ എവിടെയാണ് പോസിറ്റീവ് റെസ്പോൺസ്?
ആളാള അനീത്തിയുടെ കൂട്ടുകാരല്ലേ നീ, അപ്പോൾ നിന്നോട് അങ്ങനെ തന്നെയായിരിക്കും. ആ വാത്സല്യം കൊണ്ട് നിന്നെ കവിളൊന്ന് തൊട്ടു, അതിനാണോ? അയ്യേ, ഇതൊക്കെ വിട്ടേക്ക് മോളെ. പിന്നെ അത് മാത്രമല്ല, നീ ഇതൊക്കെ കണ്ടിട്ടാണോ അവളെ ഇഷ്ടപ്പെട്ടത്? ഒരാൾ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ കഴിവെങ്കിലും. ഇതൊന്നുമില്ലാതെ. പിന്നെ നിന്റെ രാഹുലിന് എന്ത് കഴിവുണ്ടായിട്ടാ? തവളച്ചാട്ടത്തിന് ഫസ്റ്റ് കിട്ടിയതാണോ കഴിവ്? ഓ, എന്നാലേ അഭിചേട്ടനൊരു കഴിവുണ്ട്. എന്ത് കഴിവ്? നമ്മുടെ നയന ചേച്ചിയില്ലേ, നയന ചേച്ചിയുടെ കല്യാണത്തിന് തലേ ദിവസം മഴ തുള്ളി വീണൻ ഹൃദയ വീണയിൽ ഓർമ്മകൾ തമ്പുരുമീട്ടും നേരം കണ്ടു ഞാൻ നിന്നുടെ കൺപീലിമെല്ലെ എന്നും ഏഴഴകോടെ മഴ തുള്ളി വീണൻ ഹൃദയ വീണയിൽ ഓർമ്മകൾ തമ്പുരുമീട്ടും നേരം കണ്ടു ഞാൻ നിന്നുടെ കൺപീലിമെല്ലെ എന്നും ഏഴഴകോടെ നിലമഴ പോലെ തിളങ്ങുമാമിഴികൾ പ്രണയമായി തിരകളെ തഴുകും തിര പോലെ കണ്ടു ഞാൻ നിന്നുടെ കൺപീലിമെല്ലെ എന്നും ഏഴഴകോടെ മഴ തുള്ളി വീണൻ സംഭവം കൊള്ളാം. എന്നാലും ഇതൊക്കെ പ്രാക്ടിക്കലാവോ? എന്താവാണ്ട്? അല്ല, ഒന്നാമത്തെ ആളുടെ ഏജ് അതിനല്ല, ആളാണിപ്പോൾ യൂറോപ്പിലാണല്ലോ. അതിനെന്താ? നീ ഇതെങ്ങനെ അവളോട് പറയും? ഞാൻ ആള് വരണവരെ കാത്തിരിക്കും, എന്നിട്ട് നേരിട്ട് പറയും. നീ കണ്ടോ? ഓഹോ, ആളിനി പെട്ടെന്നൊന്നും നാട്ടിൽ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവും. നീ അങ്ങോട്ട് പോവോ? 3-4 വർഷത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി പറയും. ഓഫ്, ഇതൊരു മുടിഞ്ഞ പ്രേമം തന്നെ.